എന്താ കുട്ടി സംഘങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ കാണാം. ഓക്കെ, കമോൺ. അപ്പോൾ സജിബാബിയുടെ റിലേഷനിലൊരു മരണം ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ തട്ടിക്കൂട്ടി കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാരണം അന്നുവിൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു മരണം ഉണ്ടായത്. നമുക്ക് അത്രയും നമ്മളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇവർ. അപ്പോൾ അവരുടെ ആ ഒരു വിഷമം നമ്മൾ എന്താ പറയുക, അതിൻ്റെ കൂടെ നമ്മളും കൂടിയതാണ്. പിന്നെ അവർ ബാബിൻ്റെ ഫാമിലി അങ്ങനെയൊന്നും കാണിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആക്കി മാറ്റി. പിന്നെ കുട്ടികൾക്ക് തന്നെ അവരുടെ ഹാപ്പിനെസ് അല്ലേ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ വീഡിയോ ഒന്ന് കവർ ചെയ്യണ പോലെ ആക്കിയിട്ട്, മോനാണെങ്കിൽ ആദ്യമേ പറഞ്ഞു വെച്ചതായിരുന്നു, ചാച്ചി എൻ്റെ ബർത്ത്ഡേക്ക് വ്ളോഗാക്കണം, നമുക്ക് അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും മരിച്ചുപോയവരുടെ അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, ആമീൻ. നമുക്ക് അവരുടെ ഫാമിലി എല്ലാവരും നമ്മളെല്ലാ ചാനലിലും സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു വൈകുന്നേരമാണ് ഇങ്ങനെ തീരുമാനിച്ചത്, നമുക്ക് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത പോലെ ആക്കിയിട്ട് അനുമോൻക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനിച്ചതാണ്. പിന്നെ ഞങ്ങൾ കൂടാറുള്ള പോലെ തന്നെയാണല്ലോ എപ്പോഴും ഉപ്പയും എല്ലാവരുമായിട്ട് എല്ലാവരും വീടുകളിലും കൂടുന്നതുമാണല്ലോ. അപ്പോൾ ഉപ്പയും ഇളാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നാത്തുമാർ കുട്ടികളിങ്ങനെ എല്ലാവരും കൂടി ആയിട്ടൊക്കെ ഞങ്ങളൊന്ന് ജസ്റ്റ് തട്ടിക്കൂട്ടിയതാണ്. എന്തായാലും എല്ലാവരും മുഖത്തും സത്യം പറഞ്ഞാൽ ആ ഒരു ഉള്ളിൽ നല്ല ടെൻഷനോട് കൂടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷേ മോന് ചെറുത് നല്ല പ്രതീക്ഷയിലായിരിക്കും. ഞാനൊരു ടെഡ്ഡി ബിയർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അനു ടൂർ പോയ സമയത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന, ചാച്ചിക്ക് വലിയ ടെഡ്ഡി ബിയർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ എന്നോടല്ല സജിബാബിനോട് പറഞ്ഞ്, അങ്ങനെ ഞാനത് കേട്ടപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് കൊണ്ടുപോയതായിരുന്നു. പിന്നെ ലിനമ്മോളും ഷതയൊക്കെ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ നോക്കി ഇതാക്കിയൊക്കെ ആയിട്ട് അവരും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് സെർബിൻ സന്നൂന്ന് ഞങ്ങൾ വിളിക്കും. സെർബിൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. എന്താ പേര് പറഞ്ഞെടുക്ക്? ടെക്കി ബ്രെയിൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ. അത് ഞങ്ങളെ ബർത്ത്ഡേ ബോയ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. ഇത് ശതമോളുടെ വക ചാച്ചൊരു സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റഫിബാബിയുടെ മോള് സംസമോള് നിന്നിട്ട് ഫോട്ടോ എടുത്തു. മറ്റേ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് എന്താ പറയുക, വല്ലാണ്ട് ആർഭാടാക്കേണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ മെല്ലെ ഒഴിവാക്കി. നളാമാനും ഉപ്പാനും നിർത്തിയിട്ടൊന്ന് മോൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അബിക്കാക്ക് കാണാമല്ലോ ഇതൊക്കെയെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത്. എനിക്കൊരു അവൻ്റെ വക ഒരു ഉമ്മയും കിട്ടി. നമുക്ക് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ കിച്ചൺ സിങ്കിൻ്റെ നമ്മളത് കിച്ചണിലത്തെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു സ്റ്റീൽ പാത്രങ്ങൾ എങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളത് കാണിക്കാം. അന്നത്തെ വ്ളോഗിൻ്റെ കൂടെ എടുത്ത് വെച്ചതായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് എന്താണോ കഴുകേണ്ടത് വെച്ചാൽ അത് ഇടാൻ പറ്റിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി ഇട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര ഇതാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള വാഷിംഗ് പൗഡറും വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ സാധനം കൊണ്ട് എടുത്ത കാരണം ഞാനിപ്പോൾ ഇൻഡക്ഷനിൽ വെച്ചിട്ടാണ്, ഈസി കുക്കിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് തിള വരുന്നതനുസരിച്ച് പതുക്കെ അങ്ങനെ അത് ഒരതി കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അതിമേൽ നമുക്കിത് അങ്ങനെ കാണുന്നുണ്ടില്ലേ, അതിങ്ങനെ തിളച്ച് വരുന്നതനുസരിച്ച് സോപ്പ് വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ പതുക്കെ ആക്കുമ്പോൾ തന്നെ അതിമേൽ നിന്ന് നന്നായിട്ട് പോയി വരും. അപ്പോൾ മാക്സിമം പറ്റുന്നിടത്തോളം ഇങ്ങനെ കൈ ചൂടാവാത്ത രീതിയിൽ നമ്മളതിനെ പതുക്കെ ഇതാക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കി വെക്കാം. എന്നിട്ട് പതുക്കെ അതിമേൽ നിന്ന് ഇങ്ങനെ ആദ്യം തട്ടി കൊടുത്ത് ഇങ്ങനെ നോക്കുക. പിന്നെ നല്ല ചൂട് പോകുന്ന വരെ എടുത്ത് വെച്ചതിന് ശേഷം ചൂടാറിയ ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും നമുക്കിതിനെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് സ്റ്റീൽ സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് സ്റ്റീൽ പാത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ സോപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പുതിയ പാത്രങ്ങൾ പോലെ ഇങ്ങനെ തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്ക്, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.